ഇപ്പൊ ഇറങ്ങാൻ പോണ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നീ ഇപ്പൊ ഇറങ്ങാൻ പോണ ആൾക്കാരോട് പറയാനുള്ള വെച്ചാല് അല്ല കുഴപ്പമില്ല, പുതിയ ആൾക്കാർ ഇറങ്ങട്ടെ. അപ്പൊ പുതിയ വണ്ടികൾ കുറെ ഇറങ്ങും. നമുക്ക് ഇനി ഫ്രഷ് വണ്ടി എടുക്കണ്ട, കാരണം അവരെന്തായാലും വണ്ടി വിൽക്കും. 6 മാസം ഓടിക്കുമ്പോ അവരുടെ ഏകദേശം ആവേശമൊക്കെ തീരും. അപ്പൊ നമുക്ക് നല്ല നല്ല വണ്ടികൾ സെക്കൻഡ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എങ്ങനെയും കൊടുത്ത് ഒഴിവാക്കി വേറെ പണിക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് ആ വണ്ടി ചവിട്ടി അത്യാവശ്യം ഇരട്ടിയൊക്കെ ഒരു റേഞ്ചിൽ കിട്ടും നമുക്ക് വണ്ടി. അതെ, സ്ഥിരം ഓടുന്ന ആൾക്കാരാണ് ഈ പറയണത്. ഞാൻ വല്ലപ്പോഴും ഓടുന്നവനാണ്. സ്ഥിരം ഓടുന്ന ആൾക്കാരെ നമുക്ക് ഇന്ന് കിട്ടിയേക്കാണ്. ഇന്നെന്തായാലും ഇവരുടെ എക്സ്പീരിയൻസ് ഞാനിപ്പോ ഇതിനകത്ത് 7 കൊണ്ടുപോയി. ഞാൻ കമ്പയർ ചെയ്യണ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഉപ്പ മുതലാളിമാരുണ്ട്. അവരുടെ വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ടും വീട്ടിലെ പണി, ബിസിനസിന്റെ കളക്ഷൻ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന അവനൊക്കെ തന്നെ തുച്ഛമായ ശമ്പളവും അവനൊക്കെ നമ്മളെ പണിയെടുപ്പിക്കുന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ഇതിലെനിക്ക് എന്റെ ഇഷ്ടത്തിന് ഇറങ്ങിയാൽ മതി. ഇഷ്ടമുള്ളപ്പോ ഓൺലൈൻ ആക്കാം. ഓൺലൈൻ എടുക്കുന്ന ട്രിപ്പ് മാന്യമായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഈ വേറെ കുഴപ്പങ്ങളില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ടൈം ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ നമുക്ക്, ഞാൻ കമ്പയർ ചെയ്യണത് എനിക്കൊരു ജോലിക്ക് പോയാൽ മാസം എത്ര കിട്ടുമോ എനിക്കത് ഇതിൽ നിന്ന് കിട്ടിയാൽ മതി. ഞാൻ ആ വരുമാനത്തിൽ ഒതുങ്ങി എന്റെ എൻജോയ്മെന്റും കഴിഞ്ഞ് ഞാൻ ജീവിച്ചു. ഇപ്പൊ നിലവിൽ പെണ്ണൊന്നും കെട്ടിയിട്ടില്ല. കല്യാണ ആലോചനകൾ ക്ഷണിക്കുന്നു. സുമുഖനും സുശീലനും, മദ്യപാനും ഇല്ല, സിഗരറ്റോലും ഇല്ല. ഇത്രയും സുന്ദരനും സുശീലനും. ഇച്ചിരി മുടിയൊക്കെ തെറിച്ചിട്ടുണ്ട്. അത് മറ്റേ പെപ്പർ ലുക്ക് അല്ലേ? കാശ് കൊടുത്ത് മനസ്സിലായി, കാശ് കൊടുത്ത് അങ്ങനെ ആക്കിയതാണ്. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്.